भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേത്താവദ്വയം ദുസ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേർനിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകമായ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 631 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ വിശ്വപീഡാപഹത്യെ, ഈ ലോകത്തിൻ്റെ എല്ലാ രോഗങ്ങളും തീരാൻ ആ ഗുരുവായൂരപ്പനെ മാത്രം ആശ്രയിക്കും എന്ന ഒരു മനസ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ദശമസ്കന്ധം 57 അധ്യായത്തിൽ 27 ശ്ലോകം മുതൽ നാം അനുസ്മരിക്കുന്നത്. ശതധന്വാവിനെ പിന്തുടർന്ന് ചെന്ന ഭഗവാൻ ശതധന്വാവിനെ നിഗ്രഹിച്ചു. അദ്ദേഹത്തിൽ നിന്നും രത്നം തിരിച്ചു കിട്ടിയില്ല. രത്നവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു, നമ്മൾ പറയില്ലേ, അല്പരസം, അത് കാണിച്ചും കൊണ്ട് ബലരാമസ്വാമി അവിടുന്ന് നേരെ മിഥിലയിലേക്ക് പോയി എന്ന് പറയുന്നു. അവിടെ മിഥിലയില് ധൃതരാഷ്ട്രപുത്രനായിരിക്കുന്ന ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചു. അവിടെ വെച്ച് ഭഗവാനോ കേശവോ ദ്വാരകാമേത്യാനിധനം ശതധന്വന അപ്രാപ്തിം ചമണേ പ്രാഹ പ്രിയായ പ്രിയകൃത് വിഭൂ. പ്രിയായ പ്രിയകൃത്ത്, പ്രിയയ്ക്ക് തൻ്റെ പത്നിയായ
സത്യഭാമയ്ക്ക് പ്രിയത്തെ ചെയ്യുന്ന ആ ഭഗവാൻ, വിഭു ആയിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന കേശവൻ ദ്വാരകാമേത്യ, ദ്വാരകയിൽ എത്തിയിട്ട് പ്രാപിച്ചിട്ട് ശതധന്വനഹ നിധനം, ശതധന്വാവിനെ നിഗ്രഹിച്ചതും അതേപോലെ മണേ അപ്രാപ്തിം ച, രത്നത്തിന്റെ ആ കിട്ടാത്ത അവസ്ഥയെയും അപ്രാപ്തിയെയും അവിടെ പറഞ്ഞു. ബ്രഹ്മാദിദേവന്മാരുടെ പോലും നാഥനായിരിക്കുന്ന ഭഗവാൻ ദ്വാരകയിൽ കേവലം മനുഷ്യനാട്യം അഭിനയിച്ചും കൊണ്ട് ഒരു ഗൃഹസ്ഥനെ പോലെ തൻ്റെ പത്നിയായ സത്യഭാമയെ സന്തോഷിപ്പിക്കാൻ പിതാവിനെ കൊന്നു. പക്ഷേ രത്നം മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞു. തഥാ സ കാരയാമാസ ക്രിയാ ബന്ധോർഹതസ്യ വൈ സാകം സുഹൃദ്ഭിർഭഗവാൻ യാ സുസാംബരായിക. തഥാ സ ഭഗവാൻ, അതിനുശേഷം ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹതസ്യ ബന്ധോ, കൊല്ലപ്പെട്ട ബന്ധുവിൻ്റെ സുഹൃദ്ഭി സാകം, സുഹൃത്തുക്കളോടുകൂടി സാംബരായിക, പാരലൗകികമായിരിക്കുന്ന യാ ക്രിയ, എന്തൊക്കെ ക്രിയകളുണ്ടോ ആ ക്രിയാസ്യു, അതൊക്കെ സംഭവിക്കുമോ, അതിനെയൊക്കെ കാരയാമാസ ചെയ്യിച്ചു. ഇനി തൻ്റെ കടമ ജാമാതാവ് എന്നുള്ള രീതിയിൽ തൻ്റെ ശ്വശുരനായിരിക്കുന്ന സത്രാജിത്തിനെ ഉദ്ദേശിച്ച് സാധാരണ രീതിയിൽ സംസ്കാരാദി കർമ്മങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടതുപോലെ ആ പാരലൗകിക ക്രിയകൾ മുഴുവൻ ബന്ധുക്കളെ കൊണ്ട്, പ്രത്യേകിച്ച് സത്യഭാമയെ കൊണ്ടും ഒക്കെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ വേണ്ടതുപോലെ ചെയ്യിച്ചു എന്ന് പറയുന്നു. അക്രൂര കൃതവർമാചാശ്രുത്വാ ശതധനോർവധം വൃഷതുർഭയവിത്രസ്തൗ ദ്വാരകായാ പ്രയോജകവും. പ്രയോജകന്മാര് എന്ന് വെച്ചാൽ ഈ ശതധന്വാവിനെ പ്രേരിപ്പിച്ചില്ലേ രണ്ടുപേര്, അക്രൂരനും കൃതവർമാവും. ശതധന്വോ വധം ശ്രുത്വ, ശതധന്വാവിനെ കൊന്നു ശ്രീകൃഷ്ണൻ എന്ന് കേട്ടിട്ട് ഭയവിത്രസ്തവും, ഭയം കൊണ്ട് വിറയ്ക്കുന്നവരായി ദ്വാരകായാം വ്യുഷതു, ദ്വാരകയിൽ നിന്ന് ഓടിപ്പോയി. സത്രാജിത്തിനെ കൊന്ന മണി കിട്ടിയില്ല, ഇനിയിപ്പോ ഈ മണി അന്വേഷിച്ചു വരും. എന്നിട്ട് എന്തുകൊണ്ടാണ് ശതധന്വാവ് ഈ സത്രാജിത്തിനെ നിഗ്രഹിച്ചത്, ആരായിരുന്നു ഇതിന്റെ പ്രേരണ എന്നൊക്കെ അന്വേഷിക്കും. അപ്പൊ തങ്ങളെയും ചിലപ്പോൾ ശ്രീകൃഷ്ണൻ കൊന്നുവെന്ന് വരും. അതുകൊണ്ട് പേടിച്ച് ദ്വാരകയിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു. ശതധന്വാവ് യാദവനായതിനെ കൊണ്ട് കൊല്ലില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അത്രേ. പക്ഷേ അതും ഭഗവാൻ ചെയ്തു. ഇനി പ്രേരണാകുറ്റം നമുക്കുണ്ടാവും. ഇപ്പൊ ഭക്തനായ അക്രൂരനെ ഹിംസിക്കാൻ ഭഗവാൻ ഇച്ഛിച്ചിട്ടില്ല. കൃതവർമാവിനെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ അക്രൂരനെ ശിക്ഷിക്കണം. എങ്കിലും അവരെ ഉപേക്ഷിച്ചു. എന്നാൽ അവര് ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തം എന്നതുപോലെ രണ്ടുപേരും അവിടുന്ന് ഓടിപ്പോയി. അതും നന്നായി എന്നാണ് ഭഗവാൻ വിചാരിച്ചത്. ഏതായാലും അക്രൂരേ പ്രോഷിതേരിഷ്ടാന്യാസൻ വൈ ദ്വാരകൗകസാം ശാരീര മാനസാസ്താപാമുഹുർദൈവിക ഭൗതിക. അക്രൂരൻ പ്രോഷിതെ ഇവിടുന്ന് പുറപ്പെട്ടു പോയപ്പോ ദ്വാരകാവുകസാം, ദ്വാരകയിൽ താമസിക്കുന്ന ആളുകൾക്ക് ശാരീര മാനസ താപ, ശരീരവുമായി ബന്ധപ്പെട്ടിട്ടും മനസ്സുമായി ബന്ധപ്പെട്ടിട്ടും അവർക്ക് പലതരത്തിലുള്ള താപങ്ങളും ദുഃഖങ്ങളും മുഹു, വീണ്ടും വീണ്ടും ദൈവിക ഭൗതികം, ദൈവികമായും ഭൗതികമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും ഉള്ള അരിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അക്രൂരൻ ദ്വാരകയിൽ നിന്ന് കാശിയിലേക്ക് പോയി എന്നാ പറയാ. കാശിയിലാണ് അക്രൂരന്റെ അമ്മയുടെ ഗൃഹം. അപ്പോ ദാനപതി എന്ന പേരോടുകൂടി വലിയ ബ്രാഹ്മണരെ കൊണ്ട് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യിക്കണു. അക്രൂരനെ പുറപ്പെടുവിച്ചയച്ചത് ആരാ? ശ്രീകൃഷ്ണൻ തന്നെ. ജനങ്ങള് പറയാൻ തുടങ്ങി. അങ്ങനെയുണ്ട്. കാരണം എന്താ? സത്യഭാമയ്ക്കും ബലരാമനും പല സംശയങ്ങൾ. അപ്പോ ഈ അപവാദം കളയാൻ അക്രൂരനെ വരുത്തി വേണ്ടത് ആളുകളെ അറിയിക്കണം എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി.
അക്രൂരൻ ദ്വാരക വിട്ടു പോയപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ അതിന് കാരണം? പലർക്കും പലവിധ ദുരിതങ്ങൾ, പല താപങ്ങൾ, ആധികൾ, ഭൂകമ്പം തുടങ്ങിയ ദുർനിമിത്തങ്ങൾ, അനാവൃഷ്ടി, ഇതൊക്കെ ചില ആളുകൾക്ക് അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതുണ്ട്, മനുഷ്യരുമായി ബന്ധപ്പെട്ടതുണ്ട്. പല കഷ്ടങ്ങളും പലതരത്തിൽ അനുഭവിക്കേണ്ടി വന്നു. കാരണം എന്താ അത് പറയണു പിന്നീട്. ഇത്യങ്കോപതിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേ കിം ഘടേതാരിഷ്ടദർശനം. ഹേ അംഗ, പരീക്ഷത്തെ, പ്രാഗുദാഹൃതം, മുമ്പ് ഉദാഹരിച്ചത് മറന്നിട്ട് ചിലർ വീണ്ടും പറഞ്ഞു. മുനിവാസ നിവാസേ, മുനികളുടെ വാസസ്ഥാനമായ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നിടത്ത് അരിഷ്ടങ്ങൾ അതെങ്ങനെയാ ഉണ്ടാവണത് എന്നാണ്. അക്രൂരം പോയത് കൊണ്ടാണ് ഈ അനിഷ്ടങ്ങൾ ദ്വാരകയിൽ ഉണ്ടായതെന്ന് ചിലർ പറയുന്നു. പക്ഷേ അതെങ്ങനെയാ ഉണ്ടാവുക? ശ്രീകൃഷ്ണൻ ഉള്ളൊരു സ്ഥലത്ത് എന്ത് അനിഷ്ടങ്ങളും എന്ത് അരിഷ്ടങ്ങളുമാണ് ഉണ്ടാവുക? അപ്പോ ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ ഇതൊക്കെ ഉണ്ടായി. അക്രൂരന്റെ വിയോഗം കൊണ്ട് അരിഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു മുനി ഒരു സ്ഥലത്ത് വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ എല്ലാ മുനികളുടെയും സാക്ഷാൽ യോഗീശ്വരേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഏതൊരാൾക്കും സായുജ്യം, സാരൂപ്യം, സാലോക്യം, സാഷ്ടി തുടങ്ങിയ മുക്തിഭാവങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരം അരിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണ പ്രേരണയാണ് ഇതിനും കാരണം. ദേവേ വർഷതി കാശീശ ശ്വഭൽക്കായ ആഗതായ വൈ സ്വസുതാം ഗാന്ധിനീം പ്രാതാൽ തതോ വർഷൽ സ്മ കാശിഷു. ഇനി അക്രൂരന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണ്. ദേവേ അവർഷതി, ദേവൻ വർഷിക്കാതിരിക്കുന്ന കാലത്ത്, കാശീശ, കാശിയുടെ രാജാവ്, ആഗതായ ശ്വഭൽക്കായ, അവിടേക്ക് വന്ന ശ്വഭൽക്കന്, സ്വസുതാം ഗാന്ധിനിയും, തൻ്റെ പുത്രിയായ ഗാന്ധിനിയെ പ്രാതാൽ, വിവാഹം കഴിച്ചു കൊടുത്തു. തഥാ, അതിനുശേഷം കാശിഷു അവർഷൽ സ്മ വൈ, അവിടെ അപ്പോ മഴ പെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പൊ അരിഷ്ട ദർശനത്തിനുള്ള കാരണം അക്രൂരൻ ദ്വാരക വിട്ടുപോയതാണ്. അക്രൂരന്റെ അച്ഛൻ ആ ശ്വഭൽക്കന്റെ പ്രഭാവത്തെ അവിടെ പറയുന്നു. അപ്പൊ അങ്ങനെ അക്രൂരന്റെ അച്ഛനായിട്ടുള്ള ശ്വഭൽക്കൻ കാശി രാജ്യത്ത് മഴയില്ലാത്ത സമയത്ത് അവിടെ ചെന്നു. അതേ തുടർന്ന് കാശി രാജാവ് തൻ്റെ മകളായ ഗാന്ധിനിയെ ശ്വഭൽക്കന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഗാന്ധിനിയുടെയും ശ്വഭൽക്കന്റെയും പുത്രനായിട്ടാണ് അക്രൂരൻ പിറന്നത്. അതുകൊണ്ടാണ് അക്രൂരനെ ഗാന്ധിനേയൻ എന്ന് വിളിക്കണത്. അപ്പൊ അതുകൊണ്ട് ഗാന്ധിനിയെ വിവാഹം ചെയ്തപ്പോ കാശിയിൽ മുഴുവൻ മഴ പെയ്തു. തൽസുതൽ പ്രഭാവോസാവ് അക്രൂരോ എത്ര എത്ര ദേവോഭിവർഷതേ തത്ര നോപതാപ നമാരിക. ഇവിടെ ആ ശ്വഭൽക്കന്റെ പ്രഭാവം, തൽ പ്രഭാവ, അതേ പ്രഭാവത്തോടു കൂടിയ തൽസുത, ആ ശ്വഭൽക്കന്റെ പുത്രനായ അസൗ അക്രൂര, ഈ അക്രൂരൻ എത്രയെത്ര, എവിടെയാണോ, തത്ര ദേവഹ, അവിടെ ദേവൻ, അഭിവർഷത്തെ, അവിടെ മഴ പെയ്യിക്കണു. ഉപതാപ മാരിക ന, അവിടെ ക്ലേശങ്ങളും മറ്റു പലതരത്തിലുള്ള, മാരിക എന്ന് പറഞ്ഞാൽ വസൂരി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതാണ് അക്രൂരന്റെ കേമത്വം. ശ്വഭൽക്കന്റെ മകനായതുകൊണ്ടാണ് അത്ര ഇങ്ങനെ. ഇതി വൃദ്ധവച ശ്രുത്വാ, ഇതി വൃദ്ധവചഃ ശ്രുത്വാ, ഇങ്ങനെയുള്ള വൃദ്ധന്മാരുടെ, ആളുകൾക്ക്, പഴയ ആളുകൾക്കാണ് പഴയ കഥകളൊക്കെ അറിയാം അല്ലേ, അവരുടെ വാക്കുകൾ കേട്ട്, നൈതാവതിഹ കാരണം, ഇവിടെ പറഞ്ഞു ഇഹ ഏതാവൽ ന കാരണം, ഇതിൽ ഇത്രമാത്രം കാരണമല്ല, ഇതിമത്വ എന്ന് വിചാരിച്ച് ജനാർദ്ദനൻ അക്രൂരം സമാനീയ പ്രാഹ, അക്രൂരനെ വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു എന്നാണ്. അക്രൂര മഹിമയെ വെളിപ്പെടുത്തുന്ന വൃദ്ധന്മാരുടെ വാക്കുകൾ, നല്ല പഴയ ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ഇതിന് കാരണം അക്രൂരം പോയതല്ല, തൻ്റെ ഇച്ഛയാണ് എന്ന് കൃഷ്ണൻ അറിയാം. എങ്കിലും അത് പുറത്തു പറഞ്ഞില്ല. ഓ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അക്രൂരനെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ്
ആളെ വിട്ട് അക്രൂരിനെ അന്വേഷിച്ചു. അവിടെ കാശിയിൽ ആളുണ്ടെന്ന് മനസ്സിലായി. അവിടുന്ന് അക്രൂരിനെ കൊണ്ടുവരുന്നു. പൂജയിത്വാഭിഭാഷ്യൈനം കഥയിത്വാ പ്രിയാ കഥ വിജ്ഞാത അഖില ചിത്തജ്ഞ സ്മയമാന ഉവാചഹ. ഏനം പൂജയിത്വാ, അക്രൂരിനെ വളരെ സന്തോഷത്തോടുകൂടി ആചാരോപചാരങ്ങളോടുകൂടി പൂജിച്ചു എന്നാണ്. എന്നിട്ടോ പ്രിയാ കഥ, പ്രിയപ്പെട്ട കഥകളൊക്കെ പറഞ്ഞിട്ട്, അഭിഭാഷ്യ, സംബോധന ചെയ്തിട്ട്, വിജ്ഞാതാഖില ചിത്തജ്ഞ, എല്ലാം അറിയുന്ന ചിത്തത്തെ, എല്ലാവരുടെയും ചിത്തത്തെ അറിയുന്നവനും എല്ലാത്തിനെയും അറിയുന്നവനുമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്മയമാനം ഉവാചഹ, ചിരിച്ചും കൊണ്ട് പറയുകയും ചെയ്തു എന്നാണ്. വേണ്ട രീതിയിൽ അക്രൂരനെ സ്വീകരിച്ചു. എന്നിട്ട് അക്രൂരനോട് പറഞ്ഞു, ചെറിയച്ഛനാണ് ഒരർത്ഥത്തിൽ, അങ്ങയെ കാണാതെ ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് എല്ലാം അറിയുന്ന ആ ശ്രീകൃഷ്ണൻ അക്രൂരിന് ഈ സ്യമന്തകമണിയിൽ ലവലേശം പോലും ആശയില്ലെന്നും ശതധന്വാവ് അവിടെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് മാത്രമാണ് അക്രൂരൻ അത് സ്വീകരിച്ചതെന്നും അറിഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് സ്മയമാന ഉവാചഹ, ചിരിച്ചും കൊണ്ട് ഭഗവാൻ അക്രൂരിനോട് പറയുന്നു, നനു ദാനപതേ ന്യസ്തസ്ത്വയ്യാസ്തേ ശതധന്വന സ്യമന്തകോ മണി ശ്രീമാൻ വിദിത പൂർവമേവ നനു ദാനപതേ, ഹേ ദാനപതേ, ശതധന്വന, ശതധന്വാവിനാൽ ത്വയി ന്യസ്ത, അങ്ങയിൽ വെക്കപ്പെട്ട, അങ്ങയിലേക്ക് തന്നുപോയ സിമന്തകമണി, ശ്രീമാൻ സിമന്തകമണി, ശ്രീമത്തായിരിക്കുന്ന ഐശ്വര്യത്തെ നൽകുന്ന സിമന്തകരത്നം ആസ്തേ ഇരിക്കുന്നു എന്ന് നാ പൂർവം ഏവ വിദിത, ഞങ്ങൾ മുമ്പ് തന്നെ അറിഞ്ഞതാണ് എന്ന്. സത്രാജിതോ നപത്യത്വാൽ ഗൃഹീയുർദുഹിതുസുത ദായം നിനീയാപ പിണ്ടാൻ വിമുച്യർണം ച ശേഷിതം. സത്രാജിത്തിന് അനപത്യത്വാൽ, അപത്യമില്ലാത്തതുകൊണ്ട്, ദുഹിതു പുത്രിയുടെ സുത മക്കള്, അപ്പ ആ ജലവും പിണ്ടവും ഒക്കെ നിനീയ അത് ചെയ്തിട്ട് ഋണം വിമുച്യ, ആ കടങ്ങളെ, പിതൃകടങ്ങളൊക്കെ തീരാൻ വേണ്ടി ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. ശേഷിതം ദായം ഗൃഹീയു, ഇനി ബാക്കിയിരിക്കുന്ന ധർമ്മത്തെ ഗ്രഹിക്കണം എന്നാണ്. അപ്പൊ അവർക്കുള്ളതാണ്. സത്രാജിത്തിന്റെ അവശേഷിച്ച ധനം ആർക്കുള്ളതാണ്? ആ മകൾക്കുള്ളതാണ്. പത്നി ദുഹിതരശ്ചൈവ പിതരൗ ഭ്രാതരസ്തഥ തൽസുതാ ഗോത്രജാ ബന്ധു ശിഷ്യ സബ്രഹ്മചാരിണ. പിണ്ടക്രിയ ചെയ്യാനും സ്വത്തിനും അവകാശം ആരൊക്കെയാ? ഭാര്യ, മക്കള്, അച്ഛനമ്മമാര്, സഹോദരന്മാര്. അതിൽ ഈ ആദ്യം ഭാര്യ ഇല്ലെങ്കിൽ മക്കള്, മക്കളില്ലെങ്കിൽ അച്ഛനമ്മമാര്, അവരും ഇല്ലെങ്കിൽ സഹോദരന്മാര്. ഇങ്ങനെയാണ് അപരക്രിയ നടത്താനും അയാളുടെ മരിച്ച ആളുടെ പരേതന്റെ ധനം സ്വീകരിക്കാനും അവർക്കാണ് അധികാരം. ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തു. തഥാപി ദുർധരസ്തൈന്യൈസ്ത്വയ്യാസ്താം സുവ്രതേ മണി കിന്തു മാമഗ്രജ സമ്യക് ന പ്രത്യേതി മണിം പ്രതി. തഥാപി എങ്കിലും അന്യൈ ദുർധരഃ, അന്യരാൾ ധരിക്കാൻ കഴിയാത്ത ആ രത്നം സുവ്രതേ, ഏറ്റവും വ്രതമുള്ളവനായ ത്വയി, അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ. കാരണം അഗ്രജഃ, ജ്യേഷ്ഠൻ, മണിം പ്രതി, മണിയെക്കുറിച്ച് മാം സമ്യക് ന പ്രത്യേതി, എന്നെ വേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല. സത്യഭാമയുടെ സന്താനങ്ങൾക്കാണ് ഈ മണിക്ക് അവകാശം. അപ്പോ ഇവിടെ പറയുക, പക്ഷെ അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സുവ്രതേ, വ്രതമുള്ള, അന്ധക്കരണശുദ്ധിയുള്ള, എന്നിൽ ഭക്തിയുള്ള അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഇതൊന്നും ഇല്ലാത്ത ആളുകള് ഇത് കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാവും. അവരൊരിക്കലും അതിന് അർഹരല്ല. ശതധന്വാവിനെ വധിച്ചതും മണി അന്വേഷിച്ചതും ഏട്ടനോട് കൂടിയിട്ടല്ല. മണി ഞാൻ സ്വകാര്യമായിട്ട് കയ്യിൽ വെച്ചേക്കാണ് എന്ന് പോലും ഏട്ടന് പോലും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഏട്ടൻ വേണ്ട പോലെ മുഖവിലക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ അഭ്യുച്ഛിന്നാമഘാസ്തേദ്യ
വർത്തന്തേ രുക്മവേദയാ. അതുകൊണ്ട് മഹാഭാഗ്യവാനായിരിക്കുന്ന അക്രൂര ദർശയസ്വ, അതിനെ ഉയർത്തി കാണിച്ചു കൊടുക്കൂ. ബന്ധൂനാം ശാന്തിം ആവഹ, ബന്ധുക്കൾക്ക് മുഴുവൻ ഒരു സമാധാനം ഉണ്ടാവട്ടെ. അങ്ങയുടെ രുക്മവേദയ, സ്വർണവേദികളോട് കൂടിയ യാഗങ്ങൾ അദ്യ അവ്യുച്ഛിന്ന, ഒരു മുടക്കവുമില്ലാതെ അങ്ങ് യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. സ്വർണം കൊണ്ടുള്ള വേദിയിൽ നടക്കുന്ന അങ്ങയുടെ യാഗങ്ങൾ ഇതൊക്കെ നടത്താൻ സാധിക്കും. കാരണം എന്താ, ദിവസവും 8 ഭാരം സ്വർണം ഈ സ്യമന്തകരത്നത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങയുടെ കയ്യിലുള്ള ആ രത്നത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ. അതിന് അർഹരായിട്ടുള്ളവര് സത്യഭാമയുടെ മക്കള്, സത്യഭാമയും മക്കളും ഒക്കെ ആണെങ്കിലും അതൊന്നും വേണ്ട, അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറയാണ്. ഏതായാലും ഏവം സാമഭിരാലബ്ധ ശുഭൽക്കതനയോ മണിം ആദായ വാസസാച്ഛന്നം ദദൗ സൂര്യസമപ്രഭം. ഏവം സാമഭി ആലബ്ധ, ഏറ്റവും നല്ല വാക്കുകളെ കൊണ്ട് ആ ശുഭൽക്കതനയനെ, അക്രൂരനെ തന്റെ വശത്താക്കിയിട്ട് വാസസാച്ഛന്നം, വസ്ത്രം കൊണ്ട് മൂടപ്പെട്ട സൂര്യസമപ്രഭം, സൂര്യസദൃശമായ കാന്തിയോടുകൂടിയ ആ രത്നത്തെ എടുത്തിട്ട് ദദൗ, ദാനം ചെയ്തു എന്നാണ്. ഇതിവിടെ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. ഇനി അങ്ങോട്ട് ദാനം ചെയ്യാം. അതിന് അർഹതപ്പെട്ട ആളുകൾ. ഇപ്പൊ സാമോപായത്താൽ അക്രൂരനെ വശീകരിച്ചു. എന്നിട്ട് ആ രത്നം പുറത്തെടുത്ത് ശ്രീകൃഷ്ണന്റെ കയ്യിലേക്ക് അക്രൂരൻ കൊടുത്തു. അപ്പോഴോ സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജാത്മന വിമൃജ്യമണിനാ ഭൂയസ്തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു. ജ്ഞാതിഭ്യ, ആ രീതിയിൽ ദായാദികൾക്കായി സ്യമന്തകം ദർശയിത്വ, അവിടെയുള്ള ആളുകൾക്ക് ഈ സ്യമന്തകരത്നത്തെ കാണിച്ചു കൊടുത്തിട്ട് മണിന ആത്മനഹ രജഹ, ആ മണി കൊണ്ട് തനിക്കുള്ള രജസ്സിനെ, ആ പൊടിയെ അല്ലെങ്കിൽ ആ ദുഷ്പേരിനെ വിമൃജ്യ, അത് തുടച്ചു കളഞ്ഞു ഭഗവാൻ ഈ പ്രവൃത്തിയിലൂടെ. എന്നിട്ടോ ഭഗവാൻ ഭൂയ തസ്മൈ പ്രത്യർപ്പയൽ, അതിനെ തിരിച്ച് അക്രൂരന്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് ഈ കാര്യം, എൻ്റെ പേരിലുള്ള ആ ദുഷ്പേര്, ദുഷ്കീർത്തി, അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ധനം കൃഷ്ണനാണ്. ഭഗവാന് പിന്നെ വേറെ എന്ത് ധന വേണ്ടത്? ഏതായാലും യസ്ത്വേതൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീര്യാഢ്യം വൃജനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേ ദ്വാ ദുഷ്കീർത്തിം ദുരിതമപോഹ്യയാതി ശാന്തിം. ഈ കഥയുടെ ഫലശ്രുതി പറയുന്നു. യാ ഭഗവതഃ, ഏതൊരുവനാണോ ഭഗവാന്റെ, ഈശ്വരന്റെ, വിഷ്ണുവിന്റെ വീര്യാഢ്യ, വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതും, വൃജനഹരം, പാപത്തെ നശിപ്പിക്കുന്നതും, സുമംഗളം, മംഗളത്തെ നൽകുന്നതും, കല്യാണപ്രദവുമായിരിക്കുന്ന ഏതത് ആഖ്യാനം പഠതി, ഈ കഥയെ പഠിക്കുകയോ ശൃണോതി, കേൾക്കുകയോ, അനുസ്മരേൽവ, അനുസ്മരിക്കുകയോ ചെയ്യുന്നത് സ, അവൻ ദുഷ്കീർത്തിം ദുരിതം അപോഹ്യ, ദുഷ്കീർത്തിയെയും ദുരിതങ്ങളെയും കളഞ്ഞ് ശാന്തിം യാതി, ശാന്തിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ്. ഭഗവാന്റെ പരാക്രമത്തെ കാണിക്കുന്നതാണ് ഇത്. പാപം നശിപ്പിക്കുന്നതാണ്, മംഗളത്തെ നൽകുന്നതാണ്. ഈ സ്യമന്തകരത്ന കഥ ആരാണോ വായിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, ആരാണോ ഇതിനെ അനുസ്മരിക്കുന്നത്, അവർക്കൊക്കെ തന്നെ ഭഗവാന് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെ ദുഷ്കീർത്തി തീർന്ന്, ദ്വാരകയിലെ എല്ലാവർക്കും ദുരിതങ്ങളൊക്കെ തീർന്ന് ശാന്തി എങ്ങനെ ലഭിച്ചുവോ അതേപോലെയുള്ള ശാന്തി അവർക്കും ലഭിക്കും എന്ന ഫലശ്രുതിയോടുകൂടി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിൽ സ്യമന്തകോപാഖ്യാനം എന്ന 57-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത അധ്യായത്തിലാണ് ഭഗവാൻ 5 വിവാഹം നടത്തുന്നതായിട്ടുള്ള പഞ്ചമഹിഷി വിവാഹം എന്നാണ് ഈ 58-ാമത്തെ അധ്യായത്തിന് പറയാറുള്ളത്. അങ്ങനെ വിവാഹം ചെയ്തതായിട്ടുള്ള കഥ അവിടെ
ആരംഭിക്കുകയാണ്. നമുക്കത് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി
ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.